ക്രിസ്തുവിനെ അറിയാൻ 3 വഴികളുണ്ട്. അവൻ പിറന്ന രാത്രിയിൽ 3 മാർഗത്തിൽ അവനെ അറിഞ്ഞു. ലോകാവസാനം വരെ 3 മാർഗത്തിലൂടെ അവനെ അറിയും. എബ്രായ ലേഖനം 13:8. കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഇന്നലെ അവൻ പിറന്ന രാത്രി 3 മാർഗത്തിൽ അവനെ അറിഞ്ഞു. ഇന്നും ഈ ഇടവക തിരുനാളിന് ഒരുങ്ങുമ്പോൾ 3 മാർഗത്തിൽ അറിയണം. ഒന്ന് കർമ്മമാർഗമാണ്. കർമ്മമാർഗമാണ്. ഏൽപ്പിച്ച ജോലി വൃത്തിയായി ചെയ്യുന്നവൻ കർത്താവിലെത്തും. ഏൽപ്പിച്ച പണി നൽകപ്പെട്ട സമയത്ത് ചിട്ടയോടെ ചെയ്യുന്നവൻ കർത്താവിലെത്തും. കർമ്മമാർഗം. എന്നെ പട്ടം തന്ന് അച്ഛനാക്കി അയച്ചിരിക്കുന്നത് ചൊവ്വായിൽ വെള്ളം കൊണ്ടൊന്നും തപ്പാൻ വേണ്ടിയല്ല. ചൊവ്വ ബൈബിൾ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ കർത്താവിനെ കാണും. എക്സ്ട്രാ ഒന്നും വേണ്ട, ഞാൻ കാണും. ഒരമ്മ ഭർത്താവിനോടും മക്കളോടും വിശ്വസ്തത കാണിച്ച് പെരയ്ക്കകത്തെ പണി ചെയ്താൽ മതി, അവൾ കർത്താവിനെ കാണും. ഒരപ്പൻ ഭാര്യയോടും മക്കളോടും വിശ്വസ്തത. ഒരു റബ്ബർ വെട്ടുകാരന്റെ പുണ്യം ആളെയും കൂടി കൃപാസനത്തിൽ പോകുന്നതല്ല, അവന്റെ റബ്ബർ വൃത്തിയായി വെട്ടി പാലെടുക്കുക. ഒരമ്മയുടെ കടമ ജ്ഞാനമന്ദിരം നിരങ്ങി കൗൺസിലാകുന്നതല്ല, വീട്ടിലെ ജോലി ഭംഗിയായി ചെയ്യുക. നമ്മുടെ ദൗത്യമത ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യുക. അതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടി കൃപാസനം, അട്ടപ്പാടി, അണക്കര എവിടെയും നമുക്ക് പോകാം. ഇതൊന്നും പകരമല്ല, ഉത്തരവാദിത്തത്തിന് പകരമല്ല. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യാം. അതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടി ധ്യാനങ്ങളും കൺവെൻഷനുകളും പ്രാർത്ഥനകളും. അതാണ് കർമ്മമാർഗം കൃത്യമായി ചെയ്തവൻ ആദ്യമായി ഈശോയെ കണ്ടു. അതായിരുന്നു ആട്ടിടയന്മാർ. ആട്ടിടയന്മാർക്ക് ഒരു പണിയുണ്ട്, ചെന്നായിൽ നിന്നും മോഷ്ടാക്കളിൽ നിന്നും ആടിനെ രക്ഷിക്കുക. കൃത്യമായി പണി ചെയ്തു, കൃത്യമായി കർത്താവിനെ കണ്ടെത്തി. ഏൽപ്പിച്ച കർമ്മം ഭംഗിയായി ചെയ്യുക. അതിന് ശക്തി കിട്ടാൻ വേണ്ടി ധ്യാനവും പ്രാർത്ഥനകളും മറ്റെല്ലാമെല്ലാം. 2 ജ്ഞാനമാർഗം. നല്ല അറിവും വായനയും. സമുദായത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ബൈബിളിനെ കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, സ്പോർട്സിനെ കുറിച്ച് നല്ല അറിവ് വേണം. കിട്ടുന്ന അറിവെല്ലാം നമ്മൾ ശേഖരിച്ചോണം. അറിവെല്ലാം ശേഖരിക്കണം. കാരണം ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണ്. കഴിഞ്ഞ വർഷം 40 യുവ ശാസ്ത്രജ്ഞന്മാര് തിരുവനന്തപുരത്ത് മീറ്റിംഗ് കൂടിയപ്പോൾ എന്റെ സ്നേഹിതനായ ഒരു സയന്റിസ്റ്റ് വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം ചുമ്മാ പങ്കുവെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു. വനം കാണാൻ വേണ്ടി ഞാൻ പോയി. വനത്തിനകത്ത് കയറിയപ്പോൾ ഞാൻ മരങ്ങൾ കണ്ടു. വെള്ളിലാവ്, വേങ്ങ, തേക്ക്, ഈട്ടി, ചോരക്കാലി, ഒരുപാട് മരം കണ്ടു. ഈ മരം കണ്ടപ്പോൾ ഞാൻ വനത്തെ കണ്ടില്ല. പക്ഷെ മരങ്ങൾക്കിടയിൽ ഒരു വനം ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ മരങ്ങളെ കണ്ടിട്ട് പോന്നു, ആ വനത്തെ ഞാൻ കണ്ടില്ല. ഇതുപോലെ ദൈവം നിറഞ്ഞു നിൽപ്പുണ്ട്. നിറഞ്ഞു നിൽക്കുമ്പോൾ കടബാധ്യത, പരാജയം, രോഗങ്ങൾ, തെറ്റിദ്ധാരണ, മുറിവേറ്റ അനുഭവങ്ങൾ, ചില മരങ്ങളുണ്ട്. അത് നോക്കി നോക്കി ദൈവം വന്ന വനത്തെ നമ്മൾ കാണാതെ പോകും. ഇതാണ് സയന്റിസ്റ്റുകളായ നിങ്ങൾക്ക് സംഭവിക്കുക. അവസാനം അവരിൽ ഒരു മുസ്ലിം സയന്റിസ്റ്റ് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ്, പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു നിയന്ത്രണവുമില്ല. ഞങ്ങൾക്കതിനെ അറിയത്തില്ല ഇത് പോകുന്ന എങ്ങനെയാണ്. അതുകൊണ്ട് ഒരു പേടകം അയക്കുമ്പോൾ മുസൽമാനാണ് സയന്റിസ്റ്റെങ്കിൽ അറിയാവുന്ന ഇസ്ലാമിക സൂക്തങ്ങൾ അവൻ ഉരുവിടും. അള്ളാ, ഇത് വീഴാതെ കാത്തോണേ. ഹിന്ദുവാണോ, രാമനാമജപങ്ങൾ, ഈശ്വര ഇത് തകരരുതേ. ക്രിസ്ത്യാനിയാണോ, ചൂണ്ടുവലോട് 3 പ്രാവശ്യം കുരിശ് വരിക്കും, അവന്റെ വിശ്വാസത്തിന് പ്രതീകമായിട്ട്. ഏത് ശാസ്ത്രവും ഒരു പരിധി നിൽക്കും. അതിനപ്പുറത്ത ദൈവാശ്രയം എന്ന് പറയുക, വിശ്വാസം, വിശ്വസം എന്നൊക്കെ പറയുക. ഇപ്പം 2 വില പിടിച്ച കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിന് ആണിന്റെ പേരും മറ്റേ കമ്പ്യൂട്ടറിന് പെണ്ണിന്റെ പേരും ഇട്ടിട്ട് ബട്ടൺ ഓൺ ചെയ്ത് പറയുക, പ്രേമിച്ചു, കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു, പ്രസവിച്ച് പരിഹരിക്കൂ. പറ്റുമോ? ബട്ടൺ ഞെക്കാവുന്നല്ലാതെ ഒരു കമ്പ്യൂട്ടറിനും പറ്റുമല്ല. ചില കാര്യം നമുക്കേ പറ്റൂ. അതുകൊണ്ടാണ് നമുക്ക് ജ്ഞാനം, എത്ര അറിവുണ്ടെങ്കിലും നമ്മൾ ഒന്നുമല്ല എന്ന് ഓർക്കുക, ഒന്നുമല്ല. പക്ഷെ നമുക്ക് അറിവ് വേണം. നല്ല അറിവുള്ളവർ ദൈവത്തെ